കുറച്ച് ലെഫ്റ്റ്. ഇപ്പൊ കഴിയും മാം, 2-3 പോസം കൂടിയേ ഉള്ളൂ. വീന കുറച്ച് സൈഡ്. അയ്യാ ഇറ്റ്സ് ഓക്കെ, അങ്ങനെ തന്നെ പിടിച്ചോ. മാം ഒന്ന് യാ മാം, ഇപ്പൊ തന്നെ കഴിയും. ഇനിയിപ്പോ 2-3 പോസം കൂടിയേ ഉള്ളൂ. യാ മാം. അത് പിന്നെ മാം, കേക്ക് കട്ടിങ്സ് കഴിഞ്ഞ് മാം വരാൻ നേരത്ത് ലൈറ്റ്സ് ഒക്കെ മാമിന് ഫോക്കസ് ചെയ്യും. അന്നേരം റോസ് പെറ്റൽസ് ഒക്കെ ഇങ്ങനെ വീഴുന്ന പോലെയും ആ ഒരു സീനില് മാം സെലക്ട് ചെയ്ത സോങ്ങും പിന്നെ അടുത്തത് ലൈറ്റ്സ് ഫോക്കസ് ചെയ്യുന്നത് ജിമിൻ സാറിന്റെ മേലെയിരിക്കും. പിന്നെ ഡാൻസ് വിത്ത് ടുഗെദർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ, അപ്പൊ പിന്നെ എല്ലാവരും ഒരു കപ്പിൾ ഡാൻസ് പോലെ ഡാൻസ് ചെയ്യാൻ സമയത്ത് മാമിന് ആ ഒരു സ്പേസിൽ പ്രൊപ്പോസൽ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട്. യാ മാം, എല്ലാവർക്കും ഫേസ് മാസ്ക് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണല്ലോ ഡാൻസ് ചെയ്യുന്നേ. അല്ല മാം, അങ്ങനെ വെക്കുമ്പോ മാമിന് ജിമിൻ സാറിനെ തിരിച്ചറിയാൻ കഴിയൂലേ? നിനക്ക് പതിയെ മനസ്സിലായിക്കോളും തേജ ആരാന്നും അവളുടെ സ്വഭാവം എങ്ങനെയാന്നും. ഈ കാണുന്നതൊന്നുമില്ല തേജന്റെ സ്വഭാവം. തേജയ്ക്ക് വേറെ തന്നെ ഒരു മുഖമുണ്ട്, അറിയോ? വേറെ മുഖമുണ്ടെന്നോ? എന്താണ് മിയ നീ പറയുന്നേ? എന്തൊക്കെയാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ പറഞ്ഞാ മനസ്സിലാവത്തില്ല ലൂസി, നേരിൽ കണ്ടറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. നീ ഇപ്പോ അതിനെ പറ്റി വിട്, അതൊക്കെ വരുമ്പോഴല്ലേ. എന്നാ വാ നമുക്ക് അകത്തോട്ട് പോവാം. എല്ലാരും അകത്ത് പോയി. അവക്ക് മാത്രല്ല മിയ, എനിക്ക് നീന്താൻ അറിഞ്ഞോടാ. നിനക്ക് ഞാൻ പോയിട്ട് വേറെ ആരെങ്കിലും വിളിച്ചോണ്ടരാ. ഈ മിയ എവിടെ പോയി? അല്ലേക്കും നീ കൊറേ നേരമല്ലോ ആരെയാ തേടുന്നേ? അങ്ങനെ ആരെയാ ഈ കിടന്ന് തേടുന്നേ? അതെ, അത് പിന്നെ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെയാ നോക്കായിരുന്നേ. നേരം കുറേയിട്ടും അവരെ കാണില്ലല്ലോ. അതാ ബാക്കിയുള്ള ഫ്രണ്ട്സോ കോളേജിലുള്ള എല്ലാരും ഇവിടെ എത്തി. ഇനിയിപ്പോ ആരെ നോക്കുക? എത്തിയല്ലേ? ഞാനേ എത്തിയവരെ തന്നെയാ നോക്കുന്നേ. എത്തിയവരൊക്കെ എന്റെ കൺമുന്നിൽ എത്തിയില്ല. അതാ അവരെത്തുന്നവരെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നോക്കായിരുന്നേ. കണ്ണിനെങ്ങാനും പെട്ടാലോ? നടക്കട്ടെ. ഈയിടെയായിട്ട് കിമ്മ് പഴയ കിമ്മേ അല്ല. അതന്നെ എനിക്കും പറയാനില്ല. ഈയിടെയായിട്ട് പഴയ ജിമ്മേ അല്ല ഇത്. ഓടാ, അതൊക്കെ നിന്റെ തോന്നലാ. ഹേയ് അല്ല, അവിടെ ഹൃദയം ഇടിക്കണത് എനിക്ക് എവിടെ കേക്കാന്നേ. അത് പിന്നെ നീ വിചാരിക്കുന്ന പോലെയല്ല. അത് പിന്നെ ഞാൻ ഒരുപാട് നടക്കുമ്പോഴോ ഓടുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ വരാറുണ്ട്. അതാ, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ആഹാ, അപ്പോ ഞാൻ അറിയാണ്ട് ഓടാനും തുടങ്ങിയോ? എന്തായാലും നടക്കട്ടെ. ഓ, നിന്നോട് സംസാരിച്ചൊന്നും ജയിക്കാൻ പറ്റത്തില്ല. നീ ഇപ്പൊ വന്നേ, പാർട്ടിക്കുള്ള ടൈമായി. അവിടെ തേജ നമ്മളെ കാത്ത് നിൽക്കുമായിരിക്കും. കിം, ജിമീൻ. അല്ല, ഈ പീറ്റർ എന്തിനാ ഞാൻ ഓടി കതിച്ചു വരുന്നേ? ജിമീൻ, കിം, പ്ലീസ് ഹെൽപ്പ് ചെയ്യോ. അവിടെ ലൂസിക്ക് എന്താ? പറ പീറ്റർ, ലൂസിക്ക് എന്താ പറ്റി? അത് പിന്നെ ലൂസി കാല് വഴിക്ക് സ്വിമ്മിംഗ് പൂളിൽ വീണ്. അവക്കാണെങ്കിൽ നീന്താൻ അറിഞ്ഞൂടാ. ഞാനും ഈ അടുത്തുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നീന്താൻ അറിയില്ല. അതാ ഞങ്ങളോട് ഹെൽപ്പ് വയ്ക്കാൻ വേണ്ടി വന്നേ. അല്ല, എവിടെ? ദേ അവിടെ. ജിമീൻ, വേഗം പോ. Help!
മിയ പേടിക്കണ്ട. കിം, അത് പിന്നെ ലൂസി. ഇനി ലൂസിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ടെന്നേ. ജിമ്മിന്റെ കയ്യില് അവള് സുരക്ഷിതയാ. ലൂസി ലൂസി ഒരു നിമിഷം കൊണ്ട് ഞാൻ എങ്ങനെ പേടിച്ചെന്നറിയോ? ഒന്നും മിണ്ടണ്ട. നിനക്ക് അല്ലേലും ശ്രദ്ധ എന്ന് പറഞ്ഞ സാധനം ഒട്ടും ഇല്ലല്ലോ. കണ്ണും മൂക്കും ഇല്ലാത്തൊരു നടത്താ. അല്ല അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാ. നിനക്ക് കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഇത്രയും വലിയ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് നീ കണ്ടില്ലേ? എന്തെങ്കിലും പറയുമ്പോ മോന്തെങ്ങനെ വെച്ചോണ്ടി. മിയ പോയി അവളെ ഹെൽപ്പ് ചെയ്യ്. ലൂസി നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ജിം അറിയോ? ഓക്കെ. ജിസേലിന്റെ റൂം നിനക്കറിയില്ലേ? ആ നിന്റെ സിസ്റ്ററിന്റെ അല്ലേ? അവളെ റൂമിലെ കബോർഡിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് മിയന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്ക്, ലൂസിക്ക് മാറ്റാൻ. ആ ഓക്കേടാ, നീ ആദ്യം പോയി ഡ്രസ്സ് മാറ്റാൻ നോക്ക്. നീ ഫുള്ള് നനഞ്ഞില്ലേ? ഇപ്പൊ വരാം. വേഗം ചെല്ലേ. മിയ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വന്നേ. അത് പിന്നെ ജിമ്മിന്റെ സിസ്റ്ററിന്റെ ഡ്രസ് ഉണ്ട്, ഞാനതൊന്ന് എടുത്തുകൊണ്ടുവരാം. നീ ലൂസിക്ക് മാറ്റാൻ കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞതൊക്കെ സത്യ. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചോക്കെ. ജിമിനെ പറ്റി നിനക്ക് അറിയാലോ. അവനല്ലെങ്കിലും ചുറ്റുള്ളവരൊക്കെ സേഫ് ആയിട്ടിരിക്കണം ചിന്തിക്കണോനാ. ഇതിപ്പോ ലൂസിനല്ല, ആര് വീണിരുന്നെങ്കിലും ജിമിന് എന്തായാലും രക്ഷിച്ചേനെ. സോ അത് ആ ഒരു മൈൻഡിൽ വിട്ടേക്ക്. അത് നീ നേരിൽ കാണാത്തോണ്ടാ തേജ. അവരെത്ര ക്ലോസ് ആയിട്ടാ നിന്നേന്ന് നിനക്കറിയോ? ചുറ്റുള്ള എല്ലാവരും കണ്ടതാ. പോരാത്തതിന് അവള് ആ സ്വിമ്മിംഗ് പൂളിൽ വീണേനെ ജിമിൻ എന്തോരം വെറീഡായെന്നറിയോ? അവളെ രക്ഷിക്കുമ്പം അവന്റെ കണ്ണില് അങ്ങനെ ഒരു ഭയം ഞാൻ കണ്ടു, അറിയോ? ഇപ്പൊ എന്താ ചെയ്യണ്ടേ? അതുകൂടെ നീ ഒന്ന് പറ. ഇതില് ഞാനെന്താ പറയാനാ? നിന്റെ ലൈഫ്, നിന്റെ ചോയ്സ്, നിനക്ക് എന്തും ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാ, ലൂസിനെ ഇങ്ങനെ വളരാൻ അനുവദിക്കണ്ട. അത് നിന്റെ ലൈഫിനെ തന്നെ സ്പോയിൽ ചെയ്യും. ഈ ബർത്ത്ഡേ പാർട്ടി ഒന്ന് കഴിഞ്ഞോട്ടെ. ലൂസിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ജിമിനോടാ? അത് സത്യ. അവൻ മാത്രം ഇന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ നിങ്ങളെ കൂടെ ഉണ്ടാകത്തില്ലായിരുന്നല്ലേ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നിന്നെ ഞങ്ങള് അങ്ങനെ വിടത്തൊന്നുമില്ല. നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷിക്കും. എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നാലും ആ 10 സെക്കൻഡ് ഉണ്ടല്ലോ, ലൈഫില് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലടി. ഞാൻ വീണപ്പം എന്റെ കൺമുന്നില് ഫസ്റ്റ് വന്നത് എന്റെ കുടുംബ. ഞാനില്ലാതെ ആയിക്കഴിഞ്ഞാ അവരെന്തോരം ഫീൽ ചെയ്യുന്ന ഞാൻ ഫസ്റ്റ് ആലോചിച്ചേ. എടി കഴിഞ്ഞത് കഴിഞ്ഞ് നീ പോരാന്നാലോചിച്ച് ഇങ്ങനെ ഫീൽ ചെയ്യല്ലേ? വിട്ടേക്ക്. അല്ല അതൊക്കെ പോട്ടെ, ഈ ഡ്രസ് ആരതാ? ജിമിന്റെ സിസ്റ്റർ ജിസേലിന്റെതാ. ജിമിന്റെ സിസ്റ്ററോ? അല്ല എന്നിട്ട് അവളെവിടെ? അവളിപ്പോ ലണ്ടനിലാ. അവള് തേജന്റെ ക്ലോസ് ഫ്രണ്ടാ. അതുകൊണ്ടാ അധികവും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാറ്. അതുകൊണ്ട് ഈ കാണുന്നത് അവളെ റൂം. അപ്പോ ഇവിടുത്തെ കബോർഡില് അവളെ ഡ്രസ് ഉണ്ടെന്ന് കിമ്മിനോട് പറഞ്ഞായിരുന്നു. അങ്ങനെ കിം എടുത്തോണ്ട് തന്നതാ. ആണോ? അതേടി. നിനക്കൊരു കാര്യം അറിയോ? നീ സ്വിമ്മിംഗ് പൂളിൽ വീണപ്പം ജിമിനെ എന്തോരം പേടിച്ചെന്ന്. എന്താ മിയ പറയുന്നേ? അതെ ലൂസി, അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഒരു ഭയം. അവൻ എന്താവുന്നല്ല, നിനക്കെന്ത് സംഭവിക്കുന്നായിരുന്നു. അതും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് നിന്നെ എടുത്തപ്പം അവൻ നിന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയായിരുന്നു. അത്രയും നിഷ്കളങ്കമായ നോട്ടായിരുന്നു ആ കണ്ണില്. ആ കണ്ണുകള് എന്തൊക്കെയോ പറയണതായിട്ട് എനിക്ക് തോന്നി. മതി മതി, അതൊക്കെ നിന്റെ തോന്നലാ. നീ വിചാരിക്കുന്ന മാതിരി ഒന്നും തന്നെ ഇല്ല. അല്ല ലൂസി, ഞാൻ പറയണമെന്ന് കേക്ക്. വേണ്ട മിയ, അതിനെ കുറിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. വീണത് ഞാനല്ല, ആരായിരുന്നെങ്കിലും ജിമ്മി രക്ഷിക്കുമായിരുന്നു. അത്രേ ഉള്ളൂ. അത് എനിക്ക് അറിയടി. പക്ഷേ അവന്റെ കണ്ണിലെ ആ ഭയം, അതിപ്പോ ആര് വീണാലും വരുന്ന് എനിക്ക് തോന്നില്ല. നീ ഇപ്പോ എന്താ പറയാൻ വരുന്നേ മിയ? ജിമ്മിന്റെ കണ്ണില് നിന്നോടുള്ള ഒരു ഇഷ്ടം കാണുന്നുണ്ട് ലൂസി. ലൂസി ഒരു നിമിഷം കൊണ്ട് ഞാൻ എങ്ങനെ പേടിച്ചെന്നറിയോ? ലൂസി, നിനക്കും അത് ഫീൽ ചെയ്യുന്നില്ലേ? അത് പിന്നെ
ഒരു നിമിഷം കൊണ്ട് ഞാൻ എങ്ങനെ പേടിച്ചെന്നറിയോ? ഹേ, ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു feelings ഇല്ല. അവനെ എന്റെ enemy ആണ്, നിനക്കെന്നെ അറിയാലോ. അല്ലേലും ഞങ്ങൾ തമ്മിൽ ഏത് നേരം വഴക്കിടാനേ സമയമുള്ളൂ. അതിന്റെ ഇടയ്ക്കാ. എടി, അല്ലെങ്കിലും ഈ സ്നേഹം പ്രകടിപ്പിക്കുക ദേഷ്യത്തിലൂടെയൊക്കെയല്ലേ? അപ്പൊ പിന്നെ ഇതും അതിനൊരു വഴിയാവത്തില്ലേ? അല്ല മിയ, നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ? അങ്ങനൊന്നുമില്ല. ജിമിന്റെ കണ്ണിലെ എന്നോടുള്ള ദേഷ്യം കാണുന്നേ, എന്റെ കണ്ണില് ജിമിനോടുള്ള ദേഷ്യം. അത് ഞങ്ങൾക്കറിയാം. അത്രേ ഉള്ളൂ. വിട്ടേക്ക്. ഇനിയിപ്പോ ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട. താഴത്ത് എല്ലാവരും വന്നിട്ടുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ലൂസി, അത് പിന്നെ വാ മിയ, നിന്നോട് വരാനാ പറഞ്ഞേ. നീ അവനും എത്ര തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങളെ കണ്ണുകൾ പറയും. വൈകാതെ നിങ്ങളും. മിയ, നീ വരുന്നുണ്ടോ? ആ, നീ വരുന്നു. ഹാപ്പി ബർത്ത്ഡേ തേജ. Thank you, Jim. Thank you so much. ലെറ്റ്സ് കട്ട് ദ കേക്ക്. Yeah, sure. ലെറ്റ്സ് സിംഗ്. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Teja. Yay! Thank you guys. Thank you so much. നിങ്ങളെല്ലാരും എന്റെ ബർത്ത്ഡേ എത്ര കളറാക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. Love you guys. Love you so much. ബർത്ത്ഡേ പാർട്ടി ഇതോടെ കഴിഞ്ഞെന്ന് കരുതി ആരും പോവില്ലേ? ഇനി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ട്. ആഹാ, അതെന്താ ഞങ്ങൾ അറിയാത്ത സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെന്റ്? എന്തേ, ഇനിയിപ്പോ ഞങ്ങൾ അറിയാണ്ട് ഡാൻസ്, പാട്ട്, കച്ചേരി എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചോ? അങ്ങനെയും പറയാം.